ഹലോ, നമസ്കാരം. അപ്പൊ തറവാട്ടിലായില്ല കേട്ടാ. അല്ല അധികം പിള്ളേരെല്ലാം ഓളം വീട്ടിൽ പോയിട്ടായില്ലേ പതിനൂർ കണ്ണൻ കളി. അവര് സ്കൂൾ അടിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടേയില്ല. അതുകൊണ്ട് ഒരു ദിവസം പോയിട്ട് നിക്കട്ട് വളർത്തി പോയിട്ടായില്ല കേട്ടാ. അപ്പൊ ഞാൻ തറവാട്ടിൽ വന്നിട്ടായില്ലേ ഇരുന്ന ഇന്നത്തെ ഉച്ച ഭക്ഷണം. അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിന്. കുറച്ച് പുഴപ്പരല് വാങ്ങിന്. പുഴപ്പരല് വാങ്ങിന്. അത് ഞാനും മുറിച്ചു കിട്ടാ. ചെറിയ പരലാണ്. അപ്പൊ അത് കറിയാക്കാൻ വേണ്ടിട്ട് എന്നാ പിന്നെ പെട്ടെന്ന് ആക്കട്ടെ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് അതിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കും. നമ്മൾ ക്യാപ്സിക്കം ടേസ്റ്റിന് വേണ്ടി ഇട്ടതാ കേട്ടാ. പച്ചമുളകിന് പകരം ഇട്ടതാണ് ക്യാപ്സിക്കം. അതുകൊണ്ട് നമുക്ക് പരീക്ഷണമാണ് അല്ല സാർ, പരീക്ഷണം. ഞാൻ കുറച്ച് കറിവേപ്പില സാർ, കറിവേപ്പില ഇട്ടാ കറിവേപ്പില തിന്നട്ടെ. കുറച്ചുകൂടി ഇട്ടോ. അമ്മയുടെ നോക്കുന്നുണ്ട്. ഇതായത് നമ്മളെ മീൻ ഇട്ടാ. ഇതാ പുഴമീനാണ്. പാടിയ സാ പാടിയാ. ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് രണ്ട് ചേർക്കുന്നുണ്ട്. അല്ല നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടംപുളി ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. നെയ്യ് വെച്ചാ നെയ്യേ ഉപ്പിടണം. മറക്കല്ല, ഉപ്പ് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കേ. മതിയല്ലേ? കറക്റ്റ് മിക്സ് ആക്കി നോക്കാം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തിളക്കട്ടെ. അപ്പൊ ഇനി നമ്മുടെ മീൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ പരൽമീൻ, പുഴപ്പരൽമീൻ. മുറിക്കാൻ കുറെ പണിയെടുത്തു. ഏർത്തി രാവിലെ ഉണ്ടായിരുന്നു. ഏർത്തി ഇപ്പം ഓരോ വീട്ടിൽ പോയിട്ടായില്ലേ. അടച്ചോക്കണം വെച്ചാ. അപ്പൊ നമ്മുടെ മസാല കിടന്നിട്ട് പോകട്ടെ. മീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ അച്ഛ വലിയ പാത്രം എടുക്കുന്നത് ചെറുതില്ലേ ഇല്ലണ്ടാ. ഇതായിട്ട് എടുക്കാം. മതി എടുക്കാ. അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു കറിവേപ്പിലയുടെ ബാക്കിയുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അച്ഛ ഇത് ഏകദേശം റെഡിയായി. ചോറോളം വന്നാലേ. അങ്ങനെ നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചോറ് വയ്ക്കാം. അച്ഛൻ പാത്രം എടുക്കുന്നുണ്ട്. അമ്മക്കിന്ന് തലവെറ്റൽ കുറച്ച് കൂടുതലായിപ്പോയി അല്ലമ്മ. രാവിലെ കുറച്ച് തലവെറ്റായി. ഗുളിക കഴിച്ചു വന്നിട്ട് ഇരിക്കുന്നു. ഇന്ന് ചോറ് അച്ഛനെ വരുന്നു, നമുക്ക് കഴിയുന്നില്ല. ഇന്ന് അച്ഛന്റെ കൈ കൊണ്ട് ചോറ് കഴിക്കാം അല്ലമ്മേ. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കാം. നേരത്തെ കറിയാണ്. നേരത്തെ കറിയാക്കി വെച്ചിട്ട് പോയി കേട്ടാ. സാമ്പാർ വെച്ചാ സാമ്പാർ സാമ്പാർ വേറെ നല്ല പച്ചക്കറി വറവാ. വറവയിലിട എടുത്തോ. വറവ് എന്ത് വറവാ? എന്തുപ്പേരി? ചക്കക്കുരുവാ. ചക്കക്കുരു കായ്
കുറച്ച് കുറച്ച് വെച്ചാൽ മതി. അമ്മയടുത്തോ അപ്പുറത്തേക്ക് പോയി പറ്റുമോ? അമ്മേ വാ സോറിക്ക. അമ്മക്ക് ഭയങ്കര വിഷമമുണ്ടോ വർഷം പോരുന്നായിട്ട്, നമുക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് അമ്മേ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി ഇളക്കി ഇതാക്കല്ല, പൊട്ടിക്കല്ല. അനക്കച്ച അത്ര കോരി തന്നു നോക്കി അമ്മ, പാട് കോരി തന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി ഇതാ ചക്കക്കുരു, സാമ്പാറ്, ഞാനും അച്ഛനും വെച്ച ഇതാ മീൻ കറി. വെള്ളം കൂടി എടുക്കുന്നുണ്ട്, കഴിക്കച്ചാ. അങ്ങനെ അച്ഛൻ വെള്ളവും റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതാ 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 ഞാൻ എടുക്കാം, നിങ്ങൾ കഴിച്ചോ. അത് ഞാൻ എടുക്കാം, ഞാൻ എടുക്കാം. സ്റ്റൂള് അല്ലേ, സ്റ്റൂള് ഇല്ലേ. കഴിച്ചോച്ചാ, കഴിച്ചോ. ചോറാ, അച്ഛൻ ചോറ് അധികമാണെന്നാ പറയും. കഴിച്ചോ, കഴിക്ക്. മീൻകറി നോക്കറാ, മീൻകറി കൊടുത്തു. ഇതിലൊക്കെ വെച്ചിനാ രസമുണ്ടാ അമ്മ നോക്കണം മീൻകറി. ഓക്കെയാ. നെയ്സ്വാദുണ്ടാ ചമീൻ? നെയ്സ്വാദുണ്ടാ? പുഴമീനായോണ്ട് നെയ്സ്വാദുണ്ടോന്ന്? അച്ഛന്റെ നെയ്സ്വാദ് പറയുന്നുണ്ടായി. കുഞ്ഞു മത്സ്യം മുറിക്കാനാ പണി കളിച്ചാ. എന്നാ പിന്നെ ഞാനും കഴിക്കാം. ആദ്യം ഇതാ ചേർത്തിയുടെ സാമ്പാറാണ്. സാമ്പാറും കുറച്ച് ചക്കക്കുരു തോരൻ എല്ലാം കൂടി ഇതാ. അടിപൊളി സാമ്പാർ. നല്ല എന്നാൽ സാമ്പാർ അല്ല തന്നെ. മീനിന്റെ ചാറ് കുറച്ച് വെച്ചു കൊടുക്കാം, പെട്ടെന്നാക്കിയ മീൻകറിയാണ്. ഒരു കഷ്ണം നമ്മളെ ചോറിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. മീൻകറി ആ കഷ്ണത്തിന്റെ പീസും. അത് ആ പറങ്ങിയല്ല രസമില്ലേ, ആ കാപ്സിക്കം, ആ മറ്റേ കാപ്സിക്കം, ആ ഉണ്ടപ്പറങ്ങി അത് രസമില്ല കേട്ടോണ്ട്. മീൻകറി അതല്ല കേട്ടാ, ആ പറങ്ങി ക്യാപ്സിക്കം ടേസ്റ്റ് ഒന്നല്ല. നമ്മുടെ കൈക്കട്ടോട്ടാ. ഓക്കെ, താറ്റ കൊടുത്താൽ മതി. നമ്മൾ താറ്റ. ഓക്കെ, കഴിച്ചു.